നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യൂറോ കപ്പിൽ ആതിഥേയരായ ജർമ്മനിക്ക് നേരത്തെ തന്നെ പുറത്താവേണ്ടി വരികയായിരുന്നു. അതായത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിനിനോടായിരുന്നു അവർ പരാജയപ്പെട്ടത്. നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും സ്പെയിനിൻ്റെ വെല്ലുവിളി അതിജീവിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേ സ്പെയിൻ തന്നെയാണ് ജർമ്മനിയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളതും. യൂറോ കപ്പ് അവസാനിച്ചതോടുകൂടി ജർമ്മൻ ദേശീയ ടീമിൽ ഒരു കൂട്ടവിരമിക്കലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സൂപ്പർ താരം ടോണി ക്രൂസ് നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. താരം അതിനു മുൻപ് തന്നെ വിരമിച്ചിരുന്നുവെങ്കിലും സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന യൂറോ കപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ഒരു വിരമിക്കൽ പിൻവലിച്ച് കളിക്കുകയായിരുന്നു. കിരീടത്തോടു കൂടി മടങ്ങാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സാധ്യമായിരുന്നില്ല. ഉടൻ തന്നെ ജർമ്മനിയുടെ ദേശീയ ടീമിൽ നിന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. കൂടാതെ തോമസ് മുള്ളർ കൂടി ജർമ്മൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി ഇപ്പോൾ അഴിച്ചുവെച്ചിട്ടുണ്ട്. ദീർഘകാലം ജർമ്മനിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മുന്നേറ്റ നിര താരമാണ് മുള്ളർ. 2014 വേൾഡ് കപ്പ് നേടിയ ജർമ്മൻ ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുള്ള താരങ്ങളാണ് തോമസ് മുള്ളറും അതുപോലെ തന്നെ ടോണി ക്രൂസും ഒക്കെ. ജർമ്മനിക്ക് വേണ്ടി 131 മത്സരങ്ങൾ കളിച്ച തോമസ് മുള്ളർ 45 ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. കൂടാതെ ഇൽക്കൈ ഗുണ്ടോഗൻ കൂടി ഇപ്പോൾ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബാഴ്സലോണ വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് അദ്ദേഹം തിരികെ പോയിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നെയാണ് ജർമ്മനിയുടെ ടീമിൽ നിന്നും വിരമിച്ച കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. 33 വയസ്സ് മാത്രമുള്ള ഈ മധ്യനിര താരം ജർമ്മൻ ദേശീയ ടീമിന് വേണ്ടി 82 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 2011 ഇദ്ദേഹം നാഷണൽ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിരുന്നത്. ഏറ്റവും ഒടുവിൽ വിരമിച്ചത് അവരുടെ ഇതിഹാസ ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയർ തന്നെയാണ്. ഇന്നലെയാണ് അദ്ദേഹം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 38 വയസ്സുള്ള ഈ താരം 2009 മുതൽ ജർമ്മനിയുടെ ദേശീയ ടീമിൻ്റെ ഭാഗമാണ്. 124 മത്സരങ്ങളാണ് ഈ താരം ജർമ്മൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഒരു തലമുറ മാറ്റം തന്നെ ഇപ്പോൾ ജർമ്മൻ ടീമിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ യുവതാരങ്ങളാൽ സമ്പന്നമായ ഒരു ജർമ്മൻ ടീമിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കൊണ്ടും കാണാം.